അബൂ ഹനീഫ ഇമാം റഹിമഹുല്ലാഹി ഹിജ്റ 150 അദ്ദേഹം വഫാത്തായത്. അദ്ദേഹം കൂഫക്കാരനാണ്. അദ്ദേഹം ഫിഖഹിലെ കർമ്മശാസ്ത്രത്തിലെ വലിയ അറിയപ്പെട്ട മഹാപണ്ഡിതനാണ്. വിശ്വാസരംഗത്ത് ഒരു കാലത്ത് മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം വഹിച്ച പണ്ഡിതൻ കൂടിയാണ് അബൂ ഹനീഫ റഹിമഹുല്ല. അദ്ദേഹം കൂഫയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിനായി വരുന്നു. ഹജ്ജിന് വന്നപ്പോൾ അബൂ ഹനീഫ ഇമാം ദുആ ചെയ്തു, പഠിച്ചോനെ, ഈ ഒരു ദീർഘമായ യാത്രയിൽ ഒരു നല്ല സ്വാലിഹായ മനുഷ്യന്റെ കൂടെ ഈ ഹജ്ജ് യാത്രയിൽ സഹവസിക്കാൻ എനിക്കിനി തൗഫീഖ് നൽകണേ എന്ന് പ്രാർത്ഥിച്ചു. മക്കയിലെ ഹജ്ജിന്റെ ആ പ്രദേശത്തേക്ക് എത്തിയപ്പോൾ മനസ്സിലായി, താബിഇയായ അത്വാ ഇബ്നു അബീ റബാഹ് റഹിമഹുല്ല ഈ വർഷം ഹജ്ജ് ചെയ്യുന്നുണ്ട്. അത്വാ വലിയ താബിഇയാണ്, സീനിയർ താബിഇയാണ്. ഒരുപാട് സ്വഹാബിമാരെ കണ്ട് ആ സ്വഹാബിമാരിലൊക്കെ ദീനു പഠിച്ച പ്രായം ചെന്ന മുതിർന്ന താബിഇകളിൽപ്പെട്ടതാണ് അത്വാ ഇബ്നു അബീ റബാഹ് റഹിമഹുല്ല. അത്വാ ഇബ്നു അബീ റബാഹിനെ അറിയില്ല അബൂ ഹനീഫയെ. അത്വാ മക്കത്താണ്, അബൂ ഹനീഫ കൂഫയിലാണ്. അത്വാ ഇബ്നു അബീ റബാഹ് ഹജ്ജിനുണ്ട് എന്ന് അറിഞ്ഞപ്പോ അബൂ ഹനീഫ ഇമാം വല്ലാത്തൊരു ആവേശം, അത്വായിനൊന്ന് പോയി കണ്ടിട്ട് കൂടെ കൂടാൻ ചോദിച്ചാലോ എന്നാണ്. ഈ ഹജ്ജ് വേളയിൽ അത്വാ ഇബ്നു അബീ റബാഹിന്റെ കൂടെ സഹവസിക്കാൻ കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ഭാഗ്യമായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാം, ഒരുപാട് ദീനു പഠിക്കാം, കുറെ സംശയങ്ങൾ തീർക്കാം. അങ്ങനെ അബൂ ഹനീഫ ഇമാമ ചെന്നിട്ട് ഹജ്ജിന്റെ ആ പ്രദേശങ്ങളിൽ ചെന്ന് അത്വാഇനെ ചെന്ന് കണ്ടു. ഇത് പറഞ്ഞു, ഞാൻ ഹജ്ജിന് വന്നാണ്, ഞാൻ നിങ്ങളെ കൂടെ കൂടട്ടെയോ എന്നാണ്. അത്വാ ഉടനെ ചോദിച്ച ചോദ്യമുണ്ട്, മിമ്മൻ അന്ത, മിമ്മൻ അന്ത, നീ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്? ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്? അത് അറിഞ്ഞിട്ടേ ഒപ്പം കൂട്ടാൻ പറ്റുള്ളൂ. ഹജ്ജിനെന്ന് ഉറപ്പല്ലേ, മുസ്ലിം എന്ന് ഉറപ്പാണല്ലോ. എന്നിട്ടാ ചോദിക്കുന്നത്, ഇന്ന് ആ കാലത്ത് ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ. അപ്പൊ അബൂ ഹനീഫ ഇമാം പറഞ്ഞു, മിമ്മൻ ലാ യസുബ്ബു സലഫ് വയുഅ്മിനു ബിൽ ഖദർ വലാ യുകഫിറു അഹദൻ ബിദംബിൻ ഇർതകബ. നീ ഏതാ ഗ്രൂപ്പ്, നീ ഏതാ വിഭാഗം എന്നാണ് ചോദിച്ചത്. മറുപടി കൊടുത്തു, ഞാൻ സ്വഹാബിമാരെ ചീത്ത പറയാത്ത ആളാണ്, അതേപോലെ ഖദറിൽ വിശ്വാസമുള്ള ആളാണ്, ഒരു മുസ്ലിമും കാഫിറാണ് എന്ന് വിധി എഴുതാത്ത ആളാണ് ഞാൻ. അപ്പൊ മനസ്സിലായി, ഷിയല്ല, ഖവാരിജല്ല, ഖദരിയല്ല എന്നൊക്കെ മനസ്സിലായി ഈ വാക്കെന്ന്. അത്വാ പറഞ്ഞു, അറഫ്തു ഫൽസം, എന്നെ മനസ്സിലായി, കൂടെ കുടിക്കോർ.